അനിയന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, നീ ഇപ്പോഴും ഫ്യൂച്ചർ എന്താന്ന് കൺഫേം ആവാതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാമിലിന്നും എല്ലാവരും ഒക്കെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയിൽ നിന്ന് കുറെ പേര് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോന്നല്ല ചോദിക്കുന്നവരുണ്ട് ഫാമിലിയിൽ. ഇപ്പം അനിയനും കയറി, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇത് പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. +2 കഴിഞ്ഞിട്ടാണ് യൂട്യൂബിലും ഇതിലൊക്കെ കാണുന്ന മറ്റേ സൈലത്തിനെ കുറിച്ചൊക്കെ ഉമ്മ ആദ്യം പറഞ്ഞത്. സൈലത്തിനെ പറ്റി സൈലം ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് അനുസരിച്ചിട്ടല്ല ഉണ്ടാവാറ്. നമ്മൾ ഡൗട്ട് ഇരിക്കുന്ന വരെ സാർമാർ ടീച്ചർമാർ അവിടെ ഉണ്ടാവും. ഞാൻ ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേ MBBS എടുക്കണം എന്ന് ഉറപ്പിച്ചായിരുന്നു. ഹായ് ഓൾ, നീറ്റ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും സൈലത്തിന്റെ ക്യാമ്പസുകളിലേക്ക് റിസൾട്ട് കഴിഞ്ഞ കുട്ടികൾ ഓരോരുത്തരായി വരുന്നുണ്ട്. ഇന്ന് വളരെ അപ്രതീക്ഷിതമായി നമ്മളെ ക്യാമ്പസിലേക്ക് വന്ന് ടീച്ചേഴ്സിനൊക്കെ കാണാൻ വന്നത് ഷാമിലാണ്. ഷാമിൽ വടകരക്കാരനാണ്. ഷാമിലിന് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ഷാമിൽ നമ്മുടെ ഫിനിക്സ് ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഷാമിൽ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ഒരു സ്കോറൊക്കെ ഷാമിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷാമിലിന്റെ വിശേഷങ്ങൾ അറിയാം. ഷാമിലെ, നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണല്ലേ കാണുന്നത്? പിന്നെ എന്താ ഇപ്പം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഷാമിലെ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയാണ്. അനിയനിപ്പോ കോളേജ് ഫസ്റ്റ് ഇയർ കയറി. അനിയനിപ്പോ കോളേജിൽ ഫസ്റ്റ് ഇയർ കയറി. ഏത് കോഴ്സ്? ട്രോമ കെയർ എമർജൻസി മെഡിസിൻ. ഓക്കെ. നീ അനിയനും തമ്മിൽ ഏജ് ഡിഫറൻസ് എത്ര ഉണ്ട്? അപ്പൊ 2 വയസ്സ്. ഓക്കെ. അപ്പൊ 2 വയസ്സ് വ്യത്യാസം. അപ്പൊ നീ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അനിയന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ അതൊരു പ്രഷർ അല്ലേ ശരിക്കും? അനിയന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, നീ ഇപ്പോഴും ഫ്യൂച്ചർ എന്താന്ന് കൺഫേം ആവാതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാമിലിന്നും എല്ലാവരും ഒക്കെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയിൽ കുറെ പേര് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോന്നല്ല ചോദിക്കുന്നവരുണ്ട് ഫാമിലിയിൽ. ഇപ്പൊ അനിയനും കയറി, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇത് പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നിനക്ക് എന്തായിരുന്നു ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ബിലീവ് എന്തായിരുന്നു? വീട്ടിൽ നിന്ന് കുഴപ്പമില്ലായിരുന്നു. ഉപ്പ ഉമ്മ സപ്പോർട്ടീവ് ആണ്. കസിൻസിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്താണ് ഈ ഒരു ക്വസ്റ്റനിങ് വരുന്നത്. അപ്പൊ നീ എന്റെ സെൽഫ് ആയിട്ടുള്ള ഒരു ബിലീവ് എന്തായിരുന്നു? ഞാൻ ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ MBBS എടുക്കണം എന്ന് ഉറപ്പിച്ചായിരുന്നു. എന്റെ പാഷൻ ഇതാണ്, അപ്പൊ ഇതിൽ തന്നെ ഫിക്സ് ചെയ്യണം എന്ന് ഉറപ്പിച്ചു. വേറെ ആരും പറയുന്നൊന്നും പിന്നെ ചെവി കൊണ്ടിട്ടില്ല. പിന്നെ അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി ഇപ്പൊ 9ാം ക്ലാസ്സിലേക്ക്. 9ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ നീ മൂത്ത മോനാണ്. പക്ഷെ ഇപ്പൊ നീ നല്ലൊരു സേഫ് സോണിൽ എത്തി, നല്ലൊരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ നിനക്ക് എന്തായാലും സീറ്റ് കിട്ടും. അപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഇപ്പം എങ്ങനെയാണ് നീ MBBS സെലക്ട് ചെയ്യണം, അത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്? +2 പഠിക്കുന്ന സമയത്തൊന്നും വലിയ രീതിയിലില്ലായിരുന്നു. അറിയായിരുന്നു +2 പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റ് കുറിച്ചിട്ട് അങ്ങനെ അറിയില്ല. കാര്യങ്ങളൊന്നും അറിയില്ല. പറഞ്ഞു തരാനും അങ്ങനൊന്നും ആരും ഇല്ലായിരുന്നു. ശരി. +2 കഴിഞ്ഞിട്ടാണ് യൂട്യൂബിലും ഇതിലൊക്കെ കാണുന്ന മറ്റേ സൈലത്തിനെ കുറിച്ചൊക്കെ ഉമ്മ ആദ്യം പറഞ്ഞത്. സൈലത്തിനെ പറ്റി സൈലം ഉമ്മ പറഞ്ഞിട്ടാണ് നീ സൈലത്തിന്റെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം ഏതെങ്കിലും. പിന്നെ എൻട്രൻസ് കുറിച്ചിട്ട് പഠിക്കുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നല്ലോ. പിന്നെ എവിടെയാന്ന് നോക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞിട്ടാണ് നീ സൈലത്തിന്റെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കണ്ടത്. അങ്ങനെ നീ താല്പര്യപ്പെട്ടു, സൈലത്തിലേക്ക് വന്നു. ഹൈബ്രിഡ് മോഡലിൽ റിപ്പീറ്റ് ചെയ്തു. ഹൈബ്രിഡിൽ പഠിക്കുമ്പോൾ നിനക്ക് കിട്ടിയ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്കിന് തന്നെ കുറേ സമയം നമുക്ക് പഠിക്കാൻ സമയം കിട്ടും. നോർമൽ ക്ലാസ്സുകളിൽ ഇപ്പോൾ നോർമൽ ക്ലാസ്സിലാണെങ്കിലും ക്ലാസ് മുഴുവൻ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് ഒരു ബിസി ഷെഡ്യൂൾ 8 മണിക്കൂറൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടും. പക്ഷെ ഹൈബ്രിഡ് ആവുന്ന സമയത്ത് തലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് മിസ്സായ ടോപ്പിക്ക് ബാലൻസ് ആയിട്ട് കയറിപ്പോവും. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു അല്ലെ? നീ സെൽഫ് സ്റ്റഡി ആയിരുന്നു? ഓൺലൈൻ ക്ലാസ് ആ ടൈം ടേബിൾ അനുസരിച്ചാണ് പോയത്. മെറ്റീരിയൽ, ബുക്സ് അതൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന ഷാമിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ്സുകൾ തുടങ്ങി. നമ്മുടെ പുതിയ ബാച്ചുകൾ 2025 നീറ്റ് റിപ്പീറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ എന്ത് മെറ്റീരിയൽ പഠിക്കണം, ഈ മെറ്റീരിയൽ മതിയോ, പുതിയ മെറ്റീരിയൽ ഇപ്പം നമ്മുടെ DPP ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ DPP സപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇത് മാത്രം മതിയോ, വേറെ മെറ്റീരിയൽ വേണോ എന്നൊക്കെ കുട്ടികൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സീനിയേഴ്സ്, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് സൈലത്തിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ ആളുകൾ, അവർ എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അപ്പം MBBSലേക്ക് എത്താൻ നീ ഇപ്പോൾ ഒരു സീറ്റ് ഉറപ്പിച്ചൊരു കുട്ടിയാണ്. അപ്പം എന്നെ പോലത്തെ ഒരു കുട്ടി എന്തൊക്കെ മെറ്റീരിയൽ എങ്ങനെയൊക്കെ പഠിച്ചിട്ടായിരിക്കുമെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നീ എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, NCERT എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നൊക്കെ നീ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് അങ്ങനെ
എക്സ്ട്രാ ബുക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇല്ല. DPP തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തത്. യൂസ് ചെയ്തിട്ടുള്ളത്. DPP ഒരു ചാപ്റ്ററിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? എനിക്കറിയാം എത്ര ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത്, പക്ഷെ അത് അവരറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ചാപ്റ്ററിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം കൂടെ ചേർത്തിട്ട്? DPP ഒരു ചാപ്റ്റർ തന്നെ മിനിമം ഒരു 150 ക്വസ്റ്റ്യനുകളുണ്ട്. 100-150 ക്വസ്റ്റ്യൻ ചാപ്റ്റർ തന്നെ ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല, അത് മതി. അതിന്റെ അപ്പുറത്തേക്ക് നീ ഒന്നും റെഫർ ചെയ്തിട്ടില്ല? പറഞ്ഞില്ല. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ DPP ആണ് കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്തത്. അത് തന്നെ മതി കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ്. ദെൻ NCERT എങ്ങനെയാ ഫോളോ ചെയ്തത്? 3 സബ്ജക്റ്റിനെയും സെപ്പറേറ്റ് പറഞ്ഞു. ആദ്യം നമുക്ക് ഫിസിക്സ് NCERT നീ എങ്ങനെയാ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. മറ്റേ എക്സസൈസ് കുറച്ച് മുഴുവൻ ചെയ്തിട്ടില്ല, കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. NCERT വായിച്ചിട്ടില്ല. ഫിസിക്സ് NCERT ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചിട്ടില്ല. അത് വായിക്കേണ്ടതും ഇല്ല എന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. സോൾഡ് എക്സാമ്പിൾസും എക്സസൈസും ചെയ്യണമെന്നാണ് നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറ്. ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കേണ്ടതില്ല. ഈ ടോപ്പേഴ്സും പറയുന്നത് അത് തന്നെയാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളും പറയുന്നത് അത് തന്നെയാണ്. NCERT ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? കെമിസ്ട്രി ഇനോർഗാനിക് NCERT വായിക്കാറുണ്ടായിരുന്നു. ബയോളജി വായിക്കുന്ന പോലെ തന്നെ വായിക്കാറുണ്ടായിരുന്നു. ഓർഗാനിക് പിന്നെ NCERT നോക്കിയില്ല. DPP അത്രയും ഉണ്ടായിരുന്നു. DPP മാത്രം മതിയായിരുന്നു. ഇപ്പോൾ ഓർഗാനിക്കിന്റെ കാര്യം വരുന്ന സമയത്ത് NCERT ഓർഡറിലല്ല നമ്മുടെ DPP മെറ്റീരിയൽ ഉള്ളത്, വേറൊരു പാറ്റേൺ ആണ്. അപ്പോൾ അത് നീ തന്നെ പറ, അത് നിനക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ട്? DPP നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പം DPP വരുന്നത്. കറക്റ്റ് ഓർഡറിൽ വരുന്നുണ്ട്. NCERT NCERT ഓരോ ചാപ്റ്ററിലുള്ള റിയാക്ഷനും മെക്കാനിസം ഒക്കെ DPP വരുമ്പോൾ കറക്റ്റ് ഫസ്റ്റ് റിയാക്ഷൻ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ചു വരും, ഓർത്തെടുക്കാൻ എളുപ്പമാണ്. NCERT വായിച്ചിട്ട് ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണോ DPP വായിച്ചിട്ട് ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണോ കുറച്ചുകൂടി ഈസി ആയിട്ട് അനുഭവപ്പെടുന്നത്? DPP വായിച്ചിട്ട് ചെയ്യണം കുറച്ചുകൂടി. അപ്പൊ ഇനോർഗാനിക്കിന് പക്ക NCERT വായിക്കുകയും ഓർഗാനിക്കിന് നമ്മുടെ DPP നോക്കിയാണ് ചെയ്തത്. അതാണ് നിനക്ക് കെമിസ്ട്രിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയത്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറെ ചാപ്റ്റേഴ്സ്. ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെയായിരുന്നു നിനക്ക്? ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടോ? DPP തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതൽ ചെയ്യാറുണ്ട്. ബയോളജി NCERT ലൈൻ ബൈ ലൈൻ എല്ലാം നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്. ബയോളജിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല, NCERT കംപ്ലീറ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യുക, NCERT ഓരോ കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതിന്. അതന്നെയാണ് ഷാമിലും ചെയ്തത്, ശരിയല്ലേ? ഇനി നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത്, ഹോസ്റ്റലിൽ നിങ്ങൾ ക്യാമ്പസിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നോ അത്ര തന്നെ സമയം ഹോസ്റ്റലിലുണ്ട്. ക്യാമ്പസിൽ എത്ര ദിവസം സ്പെൻഡ് ചെയ്യുന്നോ അത്ര തന്നെ ദിവസം ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ഹൈബ്രിഡ് ലേണിംഗിൽ ഹോസ്റ്റൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹോസ്റ്റലിലെ പഠനാന്തരീക്ഷം, മെന്റേഴ്സിന്റെ ഇടപെടൽ, വാർഡന്റെ ഇടപെടൽ, ഫുഡ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഷാമിൽ എങ്ങനെയായിരുന്നു അതൊക്കെ? ഹോസ്റ്റലിൽ പഠിക്കാൻ ഭയങ്കര വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന പോലെ തന്നെ പഠിക്കാൻ പറ്റുന്നൊരു ഹോമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. വാർഡനായാലും മെന്ററായാലും ഒക്കെ നല്ല മെന്റർ ഇടയ്ക്ക് വന്ന് നോക്കും, പഠിക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. നിങ്ങളെ കൂടെയുള്ള കുട്ടികളൊക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹോസ്റ്റലിൽ ഒട്ടുമിക്ക പിള്ളേരും ഏകദേശം സീറ്റ് ഉറപ്പിക്കുന്ന ഒരു മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അല്ലേ? അപ്പൊ നിങ്ങളൊരു ഇന്ററാക്ഷൻ എങ്ങനെയാ? പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കാറുണ്ടോ? അല്ല ഓരോരുത്തർ ഒറ്റയ്ക്ക് മാറി എങ്ങനെയാ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയം? ഞാൻ കൂടുതൽ ഡൗട്ടും കാര്യങ്ങൾ ചോദിക്കല് ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ഹോസ്റ്റലിൽ തന്നെ ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് പഠിക്കും. ഫ്രണ്ട്സ് ആയാലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ കണ്ടിരുന്നു അവരൊക്കെ എന്താ, അവരൊക്കെ എക്സാം ആയിട്ട് എന്താ പറയുന്നത്? വിളിച്ചാ കുറെ പേരൊക്കെ എല്ലാവരും ഹാപ്പിയാണ്. കിങ്സ് ഹോസ്റ്റലല്ലായിരുന്നു നീ? കിങ്സ് ഹോസ്റ്റലില് ഈ ലാസ്റ്റ് ടൈമിലൊക്കെ ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സ് വരാറുണ്ടായിരുന്നു. അത് ടീച്ചേഴ്സ് വരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്? ഇപ്പൊ ഒരു ടീച്ചർ നാളെ ഫിസിക്സിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റ് ആയിരുന്നോ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ടീച്ചേഴ്സിനെ ഡൗട്ട് ക്ലിയറൻസിന് കിട്ടാറുണ്ടായിരുന്നോ? നമ്മള് ഒരു ലിസ്റ്റ് കൊടുക്കും, ആരൊക്കെ വേണ്ടെന്നുള്ള സാർമാരെ ലിസ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെയാണ് വരാറ്. അപ്പൊ നിങ്ങൾ അത് ഡൗട്ടൊക്കെ ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് സെറ്റായി നിൽക്കും ടീച്ചേഴ്സ് വരുമ്പോൾ. അപ്പൊ ആ സമയത്ത് ടീച്ചേഴ്സിനെ അങ്ങനെ നേരിട്ട് നമ്മളടുത്ത് കിട്ടുകയാണല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാ അത് ഫീൽ ചെയ്ത്? എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ ടീച്ചേഴ്സ് നേരിട്ട് വരുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻ? ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് അനുസരിച്ചിട്ടല്ല ഉണ്ടാവാറ്. നമ്മള് ഡൗട്ട് തീരുന്നവരെ ടീച്ചർമാർ അവിടെ ഉണ്ടാവും. എല്ലാവരും ഡൗട്ട് എല്ലാവരും തീർന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പോകാറുള്ളൂ. ഫിനിക്സ് ബാച്ചിലായിരുന്നു എന്നുള്ളതാണ്. അപ്പം നോർമലി സാധാ നമ്മുടെ ബാച്ച്, ഹൈബ്രിഡ് ബാച്ചും ഫിനിക്സ് ബാച്ചും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗത്തിലാണ് ക്ലാസ്സുകൾ പോകുന്നത്, ക്വസ്റ്റ്യൻസ് കുറെ കൂടെ ഡീപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്നു പോകുന്നു. ആ രൂപത്തിലാണ് ക്ലാസ്സുകൾ, ഫിനിക്സ് ബാച്ചിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഫിനിക്സ് ബാച്ചിലെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ടീച്ചേഴ്സിന്റെ ഒരു ഇന്ററാക്ഷനും ടീച്ചേഴ്സിന്റെ ക്ലാസ്സും ടീച്ചേഴ്സിന്റെ ഒരു പ്രസന്റേഷനും അതൊക്കെ നിനക്ക് എങ്ങനെയാണ്
ഫീൽ ചെയ്യുന്നത്? നിനക്ക് ഇപ്പോൾ ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് നീ തുടക്കത്തിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്കറിയുന്ന കാര്യം. അത് നിന്നെ മാറാൻ ടീച്ചേഴ്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടെ ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എക്സാം ചെയ്ത് രാവിലെ. അപ്പോഴാണ് തെറ്റുമല്ല വീഡിയോ ക്ലാസ് കണ്ടതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, എക്സാം എഴുതുമ്പോൾ ചിലത് തെറ്റിപ്പോകുന്നു, അപ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാവുന്നു, പിന്നെ ക്ലാസ്സിലേക്ക് വരുന്നു, കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ വരുന്ന സമയത്താണല്ലോ ക്ലിയർ ചെയ്യാം. ക്ലാസ്സിൽ ടീച്ചർമാരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല ക്ലാസ്സിൽ ഇരിക്കാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഇനിയിപ്പം ഈ വർഷത്തെ 2025 നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ ഒരുപാട് പിള്ളേർ പോകുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെയാണ് ഇനി വരാൻ പോകുന്ന കുട്ടികൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരുപാട് പ്രതീക്ഷയും പേടിയും പിന്നെ പ്രഷറും ഒക്കെ താങ്ങിയിട്ടാണ് അവർ ഈ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയോട് റിപ്പീറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ എത്തി നല്ലൊരു ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്യാൻ ഏകദേശം സേഫായി നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലക്ക് നിനക്ക് എന്തൊക്കെ ടിപ്സോ എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയാനുള്ളത്? തുടക്കം മുതൽ കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യാം, സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യാം, ഫോളോ ചെയ്യാം. DPP മെറ്റീരിയലൊക്കെ സൈലത്തിൻ്റെ തന്നെ. ഷാമിൽ, നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, എങ്ങനെ പഠിച്ചു എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. പിന്നെ നമ്മൾ ജൂനിയേഴ്സിനോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി എനിക്ക് ഷാമിലിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം നീ നല്ലൊരു സ്കോറൊക്കെ കിട്ടിയിരിക്കുകയാണ്, നീ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ക്യാമ്പസോ അല്ലെങ്കിൽ ഇന്ന ക്യാമ്പസിലാണ് എനിക്ക് പോകണം ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വപ്നമോ പ്ലാനിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യുക, കേരളത്തിൽ തന്നെ പഠിക്കുക, അതാണ് ഇനി ഉള്ളത്. പിന്നെ നിനക്ക് താഴെ അനിയൻ പിന്നെ അനിയൻ്റെതായ കരിയറായി പോയി. അനിയത്തിക്ക് എന്താ ഒരു നിന്നെ പോലെ നീറ്റ് ചെയ്തണമെന്നൊക്കെ ഉണ്ടോ? നീറ്റിൻ്റെ കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ്. വേറെ കസിൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫീൽഡിലില്ല. അപ്പോൾ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ്. നിന്റെ കുടുംബത്തിൽ ഇനി പഠിച്ചു വരാൻ പോകുന്ന ഒരുപാട് കുട്ടികൾ മാതൃകയാക്കാൻ പോകുന്നത് ഷാമിലെയാണ്. അപ്പോൾ ഷാമിലെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. ഒരു MBBS കഴിഞ്ഞിറങ്ങുക എന്നുള്ളത് മാത്രമല്ല, സൊസൈറ്റിക്കും കുടുംബത്തിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്ന നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ ഷാമിലിന് സാധിക്കട്ടെ. സൈല എപ്പോഴും ഷാമിലിനോടൊപ്പം ഉണ്ടാവും. നമ്മളെ ജേണി ശരിക്കും ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ നമുക്ക് കാണാം. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.